ഞാൻ നാസർ പൊന്നാട്, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ തംബ്ലൈന് PK ബഷീർ MLA അമേരിക്കയിലും കളി തുടങ്ങിയോ എന്നാണ്. ഈ ഹെഡിങ് മാത്രം കണ്ട് പ്രോഗ്രാം മുഴുവൻ കാണാതെ ബഷീർ സാഹിബിൻ്റെ അടുത്ത് എങ്ങാണ്ട് ഈ വിഷയം എത്തിയാൽ അദ്ദേഹം ചിലപ്പോൾ എന്നെ പൊങ്കാലിടും. ഏറനാട്ടിലെ ജനകീയ MLAയും വികസന നായകനും ഒക്കെ PK ബഷീർ വളരെ സ്നേഹനിധിയാണ്. അതുപോലെ തന്നെ ഒരു ക്ഷിപ്ര കോപിയുമാണ്. എപ്പോഴാണ് ദേഷ്യം പിടിക്കാന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഏറെ സ്നേഹിക്കുന്ന P. സീതിയാജി MLAയുടെ പുത്രനാണ് PK ബഷീർ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറിയ പയ്യനായ എന്നെ ആദ്യം പ്രസംഗിപ്പിച്ച് എൻ്റെ മുഴുവൻ പ്രസംഗവും കേട്ട് കഴിഞ്ഞതിന് ശേഷം മുട്ടായി എന്നാണല്ലോ വാങ്ങിക്കോ എന്ന് പറഞ്ഞ് എൻ്റെ കീശയിൽ 10 രൂപ എന്നാണ് തോന്നുന്നു ഇട്ടു തന്ന വ്യക്തിയാണ് സീതിയാജി. അതുപോലെ അമേരിക്കയിൽ നിന്നും ഈ പണി ഒപ്പിച്ചത് മുൻ മന്ത്രി ബീരാൻ സാഹിബിൻ്റെ പുത്രൻ, ഞങ്ങൾ സ്നേഹത്തോടെ സീറു എന്ന് വിളിക്കുന്ന UA നസീറാണ്. അതുകൊണ്ട് PK ബഷീർ സാഹിബ് ഇതിൻ്റെ തംബ്ലൈൻ കണ്ടിട്ട് എനിക്ക് വല്ലതും തരികയാണെങ്കിൽ അതിൻ്റെ പകുതി സീറുവിന് കൊടുക്കണം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ മലയാളികൾ അങ്ങനെയാണ്. ലോകത്ത് എവിടെ ചെന്നാലും മലയാളത്തിൻ്റെ നന്മയും തന്മയും അവർ കൈവിടില്ല. എന്നും മലയാളികളുടെ സ്വപ്നഭൂമി അമേരിക്കയിൽ പ്രവാസി മലയാളികളുടെ ധാരാളം സംഘടനകളുണ്ട്. നന്മയും ലൂക്കയും KMCCയും അടക്കം 100 കണക്കിന് സംഘടനകൾ. ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്മസും ഒക്കെ അമേരിക്കൻ മലയാളികൾ തനത് ശൈലിയിൽ തന്നെ അവിടെ കൊണ്ടാടുന്നു. നാടൻ കലാ കായിക വിനോദങ്ങളിലും അവരൊട്ടും പിന്നിലല്ല. ടെക്സസിലെ ഡാലസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലൂക്ക, ലീഗ് ഓഫ് യുണൈറ്റഡ് കേരള അത്ലറ്റിക്സ് എന്ന സംഘടനയുടെ പ്രഥമ ദേശീയ ടൂർണമെന്റ് ഒരു പുത്തൻ അനുഭവമായിരുന്നു. കാൽപന്ത് കളിക്കാരുടെ കർമ്മഭൂമിയായ ഏറനാട്ടിൻ്റെ മണ്ണിൽ ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്ന PK ബഷീർ MLA ആ ചടങ്ങിന് ഉദ്ഘാടകനായി വന്നത് മറ്റൊരു നിമിത്തം കൂടിയാണെന്ന് പറയാം. ലൂക്ക സംഘാടകർ നിർബന്ധിച്ചെങ്കിൽ ഏതെങ്കിലും ടീമിന് വേണ്ടി വേണമെങ്കിൽ ജേഴ്സി അണിയാനും PK ബഷീർ മടിക്കില്ലായിരുന്നു. അമേരിക്കയിലെ മലയാളികൾ കായിക രംഗത്ത് ഒറ്റക്കെട്ടായി ഒന്നിച്ചുകൂടിയ ശ്രദ്ധേയമായ ഒരു നവ്യാനുഭവമായി മാറി ലൂക്കയുടെ ഈ കായികമേള. ടെക്സാസിലെ ഡാലസിൽ വെച്ച് നടന്ന ഈ ടൂർണമെന്റിൽ പിക്കിൾ ബോൾ, വോളിബോൾ തുടങ്ങിയ വിവിധ മത്സരങ്ങളിലൂടെ അമേരിക്കൻ മലയാളി സമൂഹത്തിന്റെ ആവേശപൂർവമായ ഒരു കായിക മത്സരവേദിയായി മാറുകയായിരുന്നു. ഒരു കാര്യം കൂടെ, പിക്കിൾ ബോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കി, ഒരു സെക്കൻഡ് കണ്ടാൽ നമുക്കറിയാം. ഞാനും കരുതി എന്താ സംഭവം എനിക്കറിയില്ല. ഇതൊരു മത്സരം മാത്രമല്ല, സൗഹൃദവും ഐക്യവും പങ്കാളിത്തം എന്നിവയുടെ ഒരു ഉത്സവമായി മാറി. ഈ 2 ദിവസങ്ങൾ അത് മലയാളികൾ മനസ്സറിഞ്ഞ് കൊണ്ടാടി. കൂടാതെ അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ മത്സരാർത്ഥികൾക്കായിട്ട് സൗജന്യ താമസ സൗകര്യങ്ങൾ, ഭക്ഷണം, വിമാനത്താവളത്തിൽ നിന്നുള്ള പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് എന്നിവയൊക്കെ ഉൾപ്പെടുത്തി സംഘാടകരായി ലൂക്ക ഒരുക്കിയ ചിട്ടയും കൃത്യതയുമാർന്ന ക്രമീകരണങ്ങളും വേദിയും പങ്കെടുത്തവരെയെല്ലാം അമ്പരപ്പിച്ചു. ഈ ടൂർണമെന്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട MLAയും കായിക പ്രേമിയുമായ PK ബഷീർ ആയിരുന്നു. ചടങ്ങിൽ KMCCയുടെ വേൾഡ് ട്രഷറർ UA നസീർ, അദ്ദേഹം ഇപ്പോൾ ന്യൂയോർക്കിൽ സ്ഥിരതാമസമാണ്, അദ്ദേഹം മുഖ്യ അതിഥിയായി. ഞങ്ങൾ അടുപ്പമുള്ളൊരു സീറു എന്ന് വിളിക്കുന്ന UA നസീറും ആവുന്ന കാലത്ത് നല്ലൊരു കളിക്കാരനും സംഘാടകനുമായിരുന്നു. ചടങ്ങിൽ നന്മ തുടങ്ങിയ സംഘടനാ ഭാരവാഹികളും കായിക പ്രേമികളും മാധ്യമ പ്രവർത്തകരും മറ്റു മലയാളി പ്രൊഫഷണലുകളും ഒക്കെ പങ്കെടുത്തു. നന്മ ഭാരവാഹികളായ റഷീദും കമാലും ആശംസാ പ്രസംഗം നടത്തി. ഈ ഉത്സവഛായ കലർന്ന ഉദ്ഘാടന ചടങ്ങിൽ ലൂക്കയുടെ ഔദ്യോഗിക ലോഗോ പ്രകാശനം, അതിൻ്റെ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവ UA നസീർ പ്രകാശനം ചെയ്തു. മത്സരത്തിൽ അഡ്വാൻസ് ഡബിൾസ് വിഭാഗത്തിൽ ഡൗളസിന്റെ ഷെരീഫും കാലിഫോർണിയയുടെ ഫിറോസും ചേർന്ന് ഫ്ലോറിഡയിലെ ചുണക്കുട്ടികൾ എന്നറിയപ്പെടുന്ന ഷാൻ സാബിർ കൂട്ടുകെട്ടിന് കീഴടക്കി വിജയകിരീടം സ്വന്തമാക്കി. ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ റോളറ്റിൽ നിന്നുള്ള അൻവർ റഷീദ് കൂട്ടുകെട്ടിനെതിരെ തന്ത്രപൂർവ്വം കളിച്ച ഡാലിസിന്റെ അൻസാരി നഹീദ് ടീമാണ് വിജയം വരിച്ചത്. വോളിബോൾ മത്സരങ്ങളിൽ അന്താരാഷ്ട്ര പരിചയമുള്ള കോച്ച് മമ്മുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം റൗളറ്റ് മാഫിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അത് കിരീടം തന്നെ സ്വന്തമാക്കി. ഡാലസ് വാരിയേഴ്സ് 2ാം സ്ഥാനവും ഇല്ലൂമിനാലിറ്റി 3ാം സ്ഥാനവുമാണ് ഈ വാശിയേറിയ മത്സരത്തിൽ കരസ്ഥമാക്കിയത്. വിദൂര സ്ഥലങ്ങളിലിരുന്ന്
സോഷ്യൽ മീഡിയയിലൂടെ മാത്രം സൗഹൃദം പങ്കുവച്ചിരുന്ന സുഹൃത്തുക്കൾക്ക് നേരിട്ട് കാണുവാനും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൊമ്പുകോർക്കാനും അവസരമൊരുക്കിയ ലൂക്കോയുടെ ഈ സംരംഭം തുടർന്നും കൂടുതൽ ടീമുകളെ പങ്കെടുപ്പിച്ച് മലയാളികളുടെ കായിക ഐക്യത്തിന് വഴിയൊരുക്കുന്നതിന് തുടക്കം മാത്രമാണെന്ന് ലൂക്ക പ്രസിഡന്റ് നജീബ് ഡാലസ് പറഞ്ഞു. ഡാലസ് മലയാളികളുടെ താല്പര്യവും പങ്കാളിത്തവുമാണ് ഈ വിജയത്തിന്റെ അടിസ്ഥാനം. അടുത്ത സെപ്റ്റംബറിൽ ദേശീയ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഒരുങ്ങുകയാണ് ഈ ലൂക്ക. തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ മലയാളി ഉൾപ്പെടുത്തി നാഷണൽ മലയാളി സ്പോർട്സ് ഡേ സംഘടിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത് എന്ന് നജീബ് അറിയിച്ചു. വർഷത്തിലൊരിക്കൽ വിവിധ ഏജ് ഗ്രൂപ്പുകളിലുള്ള പിക്കിൾ ബോൾ, വോളിബോൾ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ എന്നിവ ഉൾപ്പെടുത്തി ദേശീയ തല ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുക എന്നതാണ് ലൂക്കയുടെ ദീർഘകാല ലക്ഷ്യം. വലിയ ചിലവുകളില്ലാതെ പ്രായഭേദമന്യേ ആർക്കും എളുപ്പത്തിൽ സ്വായത്തമാക്കാനും ആരോഗ്യവും ഉന്മേഷവും സൗഹൃദവും നിലനിർത്താനും ഉതകുന്ന പിക്കിൾ ബോൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടല്ലോ നിങ്ങളല്ലേ, നമ്മുടെ നാട്ടിലും എളുപ്പത്തിൽ പ്രചാരണം കൊടുക്കാനും അതുവഴി സോഷ്യൽ മീഡിയയുടെ അപകടകരമായ അതിപ്രസരവും മറ്റു ദുഷിച്ച ശീലങ്ങളിലേക്കുള്ള ആകർഷണങ്ങളും ഒക്കെ ഒഴിവാക്കാൻ കഴിയുമെന്ന് ലൂക്ക ഭാരവാഹികൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ ലൂക്കയുടെ 2025-26 കാലയളവിലേക്കുള്ള ബോർഡ് അംഗങ്ങളായി നജീബിനെ പ്രസിഡന്റായും ഹാരിസിനെ സെക്രട്ടറിയായും അബു ജോയിന്റ് സെക്രട്ടറിയായും ബഷീർ ട്രഷറായും മുഹമ്മദ് പരോള് ജോയിന്റ് ട്രഷറായും നജാഫ് മാർക്കറ്റിംഗ് ഹെഡായും ഷമീർ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹെഡും സംജാദ് പ്രോഗ്രാം കോർഡിനേറ്ററും രാജ റഷീദ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്ററുമായി പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. അപ്പൊ ഞാൻ ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് കളിയായിട്ടൊരു ബന്ധമില്ലാത്ത മനുഷ്യനാണ്. അപ്പൊ ഈ കമന്ററി പറയുന്നത് എനിക്ക് തീരെ അറിയില്ല. അതെന്റെ ഞങ്ങളുടെ ചാനലിന്റെ ചീഫ് എഡിറ്റർ നാസർ ബേപ്പൂരൊക്കെ വളരെ ഭംഗിയായിട്ട് പറയുമായിരുന്നു. അപ്പോ ഞാൻ ഈ തപ്പിത്തറഞ്ഞ് പറയുന്നത് എനിക്ക് ഈ കളിയൊന്നും അറിയില്ല. ഞാൻ ഈ പറഞ്ഞ പിക് ബോൾ എന്താന്നുള്ളത് ഇപ്പോ പിന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വന്നു. എനിക്കതൊന്നും അറിയില്ല. അപ്പോൾ ഈ അവതരണത്തിൽ പല പാളിച്ചകളും ഉണ്ടാവും. നിങ്ങൾ ക്ഷമിക്കുക, നോക്കാം, നമുക്ക് ഇനി ശരിയായിക്കൊണ്ടിരിക്കാം. ഓക്കെ.